സോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു വെർച്വൽ ടീച്ചിങ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബികോം സെമസ്റ്റർ 4 ഫിനാൻഷ്യൽ സർവീസിലെ എല്ലാ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ തന്നെ ആ എല്ലാ മൊഡ്യൂളിലെയും ഇമ്പോർട്ടൻറ്റ് 50 മാർക്സ് ഡിസ്കസ് ചെയ്യും. പിന്നെ 5 മാർക്സ് 2 മാർക്സ് അങ്ങനെ നമ്മൾ എല്ലാ സെക്ഷനും ഒന്ന് ഓടിച്ചിട്ട് നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്. ഫിനാൻഷ്യൽ സർവീസിൻ്റെ സ്കോപ്പ്, ഈ ക്വസ്റ്റ്യൻ ഫസ്റ്റ് മൊഡ്യൂളിൽ നിന്നുള്ളതാണ്. അപ്പോൾ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് നമ്മൾ എന്തൊക്കെയാണ്, സ്കോപ്പ് അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷൻ വരുന്നത് ട്രഡീഷണൽ സർവീസ് ഉണ്ട്, അതേപോലെ തന്നെ മോഡേൺ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ സർവീസിൽ എന്തൊക്കെ വരുന്നുണ്ട്? ട്രഡീഷണൽ സർവീസിൽ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ നോൺ ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് ഉണ്ട്. ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസ് വരുന്നതാണ് അണ്ടർ റൈറ്റിംഗ് ഓഫ് ഷെയർ, ദെൻ സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റീസ്, മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളും, പിന്നെ ഹയർ പർച്ചേസ്, എക്യുപ്മെൻറ്റ് ലീസിങ്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സെട്ര, അതൊക്കെയാണ് ഫണ്ട് ബേസ്ഡിൽ വരുന്നത്. പിന്നെ നോൺ ഫണ്ട് ബേസ്ഡിൽ എന്തൊക്കെയാണ്? നമ്മുടെ ഈ ക്യാപിറ്റൽ ഇഷ്യൂൻ്റെ പ്രീ ഇഷ്യൂവും പോസ്റ്റ് ഇഷ്യൂ കാര്യങ്ങളെല്ലാം, പിന്നെ ക്യാപിറ്റലിൻ്റെ പ്ലേസ്മെൻറ്റും, പിന്നെന്താണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഫണ്ട് അറേഞ്ച് ചെയ്യുക, അതെല്ലാമാണ് നോൺ ഫണ്ട് ബേസിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഓടിച്ചിട്ട് പറഞ്ഞു പോകാനാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ കഴിഞ്ഞാൽ കൃത്യമായിട്ട് എൻ്റെ ആൻസർ കിട്ടുന്നതായിരിക്കും. പിന്നെ എന്താ ഉള്ളത്? പിന്നെ മോഡേൺ ആക്ടിവിറ്റീസിൻ്റെ എന്തൊക്കെയാണ്? പ്രൊജക്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചർ പ്രൊമോട്ട് ചെയ്യുക, സിക്ക് കമ്പനീസിനെ റീകൺസ്ട്രക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഇൻഷുറൻസ് സർവീസും ബൈബാക്ക് ഓപ്ഷൻസ് അങ്ങനത്തുള്ള റിസ്ക് മാനേജ്മെൻറ്റ് സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ എഴുതുമ്പോഴാണ് മെയിനായിട്ട് ആ ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എന്താണ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് ആദ്യം മെൻഷൻ ചെയ്യുക, എന്നിട്ട് എഴുതുക. ദർ ആർ മെയിൻലി 2 ടൈപ്പ് അല്ലെങ്കിൽ 2 മെയിൻ സ്കോപ്പ് ഫോർ ഫിനാൻഷ്യൽ സർവീസ്. ദേ ആർ ട്രഡീഷണൽ ആൻഡ് മോഡേൺ. ട്രഡീഷണൽ എഗെയിൻ ഡിവൈഡ് ചെയ്തിട്ട് 2ആയിട്ട്, ഫണ്ട് ബേസ്ഡ് ഉണ്ട്, നോൺ ഫണ്ട് ബേസ്ഡ് ഉണ്ട്, മോഡേൺ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡിവിഷൻസും കാണിക്കാം. അപ്പോൾ എത്രയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഴുതേണ്ടത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്ക്. മെർച്ചൻ്റ് ബാങ്കിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത് ഫസ്റ്റ് മൊഡ്യൂൾ തന്നെ ഉള്ള പോർഷനാണ്. നമ്മൾ ടെക്സ്റ്റ് ബുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കുറേ പോയിൻറ്റ്സ് 15 പോയിൻറ്റ്സ് തന്നെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അതിൽ ഓരോ പോയിൻറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ 15 പോയിൻറ്റ്സ് ലൈക്ക് കോർപ്പറേറ്റ് കൗൺസിലിംഗ്, പ്രോജക്റ്റ് കൗൺസിലിംഗ്, ക്രെഡിറ്റ് സിൻഡിക്കേഷൻ, ക്രെഡിറ്റ് കൊടുക്കുക, പിന്നെ ഇഷ്യൂ മാനേജ്മെൻറ്റ്, പിന്നെ എന്തൊക്കെ വരുന്നുണ്ട്, പബ്ലിക് ഇഷ്യൂസ് അണ്ടർറൈറ്റ് ചെയ്യുക, ദെൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, അഡ്വൈസറി സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ചെയ്യുക, ലീസിങ്, നോൺ റെസിഡൻസിന് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ക്രെഡിറ്റും ബിൽ ഡിസ്കൗണ്ടിങ് ഒക്കെ ആക്സെപ്റ്റ് ചെയ്യുക, ഓഫ് ഷോർ ഫിനാൻസ് അറേഞ്ച് ചെയ്യുക, ഫിക്സഡ് ഡെപ്പോസിറ്റ് മാനേജ്മെൻറ്റ്, പിന്നെ സിക്ക് കമ്പനീസിനൊക്കെ റിലീഫ് കൊടുക്കുക, അവരൊക്കെ സഹായിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് ആണുള്ളത്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഫങ്ഷൻസ് ഓഫ് മെർച്ചൻ്റ് ബാങ്കിൽ ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത്. അപ്പോൾ 15 പോയിൻ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആദ്യം തന്നെ എന്താണ് മെർച്ചൻ്റ് ബാങ്ക് എന്ന് എഴുതുക, അത് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ ഫങ്ഷൻസ് നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി. അപ്പോൾ മിനിമം ഒരു 10 പോയിൻറ്റ്സ് എങ്കിലും നമ്മൾ എഴുതാൻ രീതിയിൽ കണക്കാക്കി പഠിച്ചിട്ട് വേണം പോകാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതും ഫസ്റ്റ് മോഡ്യൂളിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ പ്രീ ഇഷ്യൂ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസ്. നമ്മുടെ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളായിട്ട് ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ പറയുന്ന പ്രീ ഇഷ്യൂവും പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആ തന്നെ ഈ ക്വസ്റ്റ്യൻ വരുമ്പോഴും ഇത് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ആ തന്നെ എന്താണ് മെർച്ചൻ്റ് ബാങ്ക് എന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് പ്രീ ഇഷ്യൂ ആക്ടിവിറ്റീസിൽ വരുന്ന എന്തൊക്കെയുണ്ട് അതിൽ? ലീഡ് മാനേജർ, അപ്പോയിൻമെൻറ്റ് ഓഫ് ഏജൻസീസ്, പിന്നെ എന്തൊക്കെയാണ്? അണ്ടർ റൈറ്റിംഗ്, അപ്പോയിൻമെൻറ്റ് ഓഫ് ബ്രോക്കർ, പിന്നെ ബാങ്കറിന് അപ്പോയിൻമെൻറ്റ്, രജിസ്ട്രാറിന് അപ്പോയിൻറ്റ് ചെയ്യുക, പ്രിൻറ്റേഴ്സൊക്കെ സെലക്ട് ചെയ്യുക, പ്രോസ്പെക്ടസിൻ്റെ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യുക, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് പ്രീ ഇഷ്യൂ ആക്ടിവിറ്റീസ്. ഇനി പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസ് എന്താണ്? കളക്ഷൻസ് ഒക്കെ അനലൈസ് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്ത ഡാറ്റ ഒന്നുകൂടി പ്രോസസ്സ് ചെയ്യുക, ഷെയർസും ഡിബഞ്ചേഴ്സിൻ്റെ അലോട്ട്മെൻറ്റ്, പിന്നെ റീഫണ്ട് ഓർഡേഴ്സും അലോട്ട്മെൻറ്റ് ലെറ്ററൊക്കെ കൃത്യമായിട്ട് ഇഷ്യൂ ചെയ്യുക, സെക്യൂരിറ്റീസിന് നല്ല രീതിയിൽ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടേ ലിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതൊക്കെയാണ് പ്രീ ഇഷ്യൂവിലും പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസിൽ വരുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ എന്തൊക്കെ നമ്മൾ തന്നെ മെർച്ചൻ്റ് ബാങ്ക് എന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ആദ്യം പ്രീ ഇഷ്യൂ ആക്ടിവിറ്റീസ് ആദ്യം മെൻഷൻ ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പോസ്റ്റ് ഇഷ്യൂ ആക്ടിവിറ്റീസും മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇതും 50 മാർക്കാണെങ്കിൽ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്താൽ മിനിമം ഒരു 4 പേജസ് എങ്കിലും നമ്മൾ എസ് അത്രയും പേജ് എഴുതിയിരിക്കണം എസ്സേക്ക് 15 മാർക്കിനാണെങ്കിൽ. ഓക്കെ, ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എക്സ്പ്ലെയിൻ ദ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ.
അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ ഈ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നാണ്. വെഞ്ചർ ക്യാപിറ്റൽ സെക്യൂരിറ്റിസം ആ ഒരു മൊഡ്യൂളിൽ നിന്നാണ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ എന്നത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരിക്കലും സ്കിപ്പ് ചെയ്ത് ഈ ചാപ്റ്ററിൽ 2 മെയിൻ ക്വസ്റ്റ്യൻ ഉള്ളത്. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ, അതേപോലെ വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്, ഇത് ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോവാം. അപ്പോൾ ഈ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ അതിലാകും തന്നെ അവർ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഫിനാൻസിങ് രീതിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യത്തേക്ക് ഇക്വിറ്റി ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ലോൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സീഡ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിൽ ഡെവലപ്മെൻറ്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, റീപ്ലേസ്മെൻറ്റ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കീഴിൽ തന്നെ പിന്നെ എന്തുണ്ട്, സ്റ്റേജസ് ഓഫ് ഫിനാൻസിങ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് കൂടി ഉണ്ട്, അതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യണം. ആ സ്റ്റേജസ് തന്നെ നമുക്ക് 2 ഡിവൈഡ് ചെയ്യാം. ഏർലി സ്റ്റേജ് ഉണ്ട്, ലേറ്റർ സ്റ്റേജ് ഉണ്ട്. ഏർലി സ്റ്റേജസ് എന്ന് അർത്ഥം നമ്മുടെ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിലുള്ള വേണ്ടി വരുന്ന ഫിനാൻസ്, അതാണ് ഏർലി സ്റ്റേജ്. അപ്പോൾ അതിൽ എന്തൊക്കെ വരുന്നുണ്ട് നോക്കാം. സീഡ് ക്യാപിറ്റൽ ഉണ്ട്, സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ ഉണ്ട്, ഫസ്റ്റ് റൗണ്ട് ഫിനാൻസിങ്, സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ്, ഈ 4 കാര്യങ്ങളാണ് ഏർലി സ്റ്റേജിൽ വരുന്നത്. ഈ ഓരോന്നിൻ്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പഠിച്ചിരിക്കണം. കാരണം ചിലപ്പോൾ 2 മാർക്ക് ക്വസ്റ്റിനായിട്ടും ഇതിൽ ഏതിനും ചോദിക്കാം. വാട്ട് ഈസ് സീഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ എന്താണ് സീഡ് ക്യാപിറ്റൽ, സ്റ്റാർട്ടപ്പ് ക്യാപിറ്റൽ, ഫസ്റ്റ് റൗണ്ട് ഫിനാൻസിങ്, സെക്കൻഡ് റൗണ്ട് ഫിനാൻസിങ് എന്നും പഠിച്ചു വയ്ക്കാം. അതാണ് ഫസ്റ്റ് ഏർലി സ്റ്റേജിലുള്ള. ഇനി ലേറ്റർ സ്റ്റേജ് എന്താണ്, അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമല്ല, അത് കഴിഞ്ഞിട്ട് റൺ ചെയ്യുന്ന സമയത്ത്, ഡെവലപ്മെൻറ്റ് വേണ്ട സമയത്തൊക്കെ വരുന്ന ഫിനാൻസിങ് ഹെൽപ്പ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡെവലപ്മെൻറ്റ് ഫിനാൻസ് വേണം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ഡെവലപ്പ് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഫിനാൻസ്. എക്സ്പാൻഷൻ ഫിനാൻസ്, റീപ്ലേസ്മെൻറ്റ് ഫിനാൻസ്, അക്വിസിഷൻ ഓർ ബൈഔട്ട് ഫിനാൻസ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ 4th ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആവും. അതാണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സ്. വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സും വളരെ ഇമ്പോർട്ടൻറ്റ് 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. മെയിനായിട്ട് 7 സ്റ്റെപ്പാണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സിലുള്ളത്. ഇതും വരുന്ന സെക്കൻഡ് മോഡ്യൂളിൽ തന്നെയാണ്. അപ്പോൾ വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സ് 7 പോയിന്റ്സ് ഉള്ള ഒന്നാമത്തെ റെസിപ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ. എന്ത് ചെയ്യുക, നമ്മൾ കൃത്യമായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ സെലക്ട് ചെയ്യുക, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത്തെ അപ്രൈസൽ ഓഫ് ദ പ്രപ്പോസൽ. നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം നമ്മുടെ രീതിയിൽ തന്നെയുള്ള പ്രൊജക്റ്റാണോ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ പ്രപ്പോസലാണ് സെലക്ട് ചെയ്തേക്കുന്നത്, അതിൻ്റെ നേച്ചറും അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസും എല്ലാ കാര്യങ്ങളും നമ്മൾ ഫിനാൻസും എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക, അതാണ് അപ്രൈസൽ ഓഫ് പ്രപ്പോസൽ. മൂന്നാമത്തെ വാല്യുവേഷൻ, അതിൻ്റെ ആ ഒരു ഗ്രോത്ത് അല്ലെങ്കിൽ അതെന്തോരം നമുക്ക് റിട്ടേൺസ് കൊണ്ടുവരും, അതിൻ്റെ വാല്യൂ നമ്മൾ ആ പ്രപ്പോസലിൻ്റെ വാല്യുവേഷൻ ചെയ്യുക. അതിന് മെയിനായിട്ട് 3 മെത്തേഡുള്ളത്. കൺവെൻഷണൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വാല്യുവേഷൻ മെത്തേഡ് ഉണ്ട്, അത് പിന്നെ എന്തുണ്ട്, ഫസ്റ്റ് ചിക്കാഗോ മെത്തേഡ് ഉണ്ട്, പിന്നെ റവന്യൂ മൾട്ടിപ്ലയർ മെത്തേഡ്. അപ്പോൾ എന്താണ് കൺവെൻഷണൽ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വാല്യുവേഷൻ മെത്തേഡ്, ഫസ്റ്റ് ചിക്കാഗോ മെത്തേഡ് ആൻഡ് റവന്യൂ മൾട്ടിപ്ലയർ മെത്തേഡ്. ഇങ്ങനെ 3 മെത്തേഡാണ് വാല്യുവേഷൻ ഓഫ് പ്രപ്പോസലിൽ വരുന്നത്. 4മത്തെയാണ് ഡീൽ സ്ട്രക്ചർ. കൃത്യമായിട്ട് എൻ്റെ ഡീൽ അത് കൃത്യം സ്ട്രക്ചർ ചെയ്യുക. അതിൽ ഇക്വിറ്റി ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കണോ, ഡെറ്റ് ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കണോ, അതോ കണ്ടീഷണൽ ലോൺ ആണോ, കൺവെൻഷണൽ ലോൺ ആണോ, ഇൻകം നോട്ട്സ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത് 4മത്തെ പോയിന്റിലാണ് ഡീൽ സ്ട്രക്ചർ. 5മത്തെ പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസുകൾ. ഇതല്ലാണ്ട് വേറെ കുറച്ച് ആഡഡ് സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുക. പിന്നെ സെക്കൻഡ് ലാസ്റ്റ് വണ്ണാണ് ഇവാലുവേഷൻ ആൻഡ് മോണിറ്ററിങ്. നമ്മൾ എടുത്തിരിക്കുന്ന പ്രപ്പോസൽ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുക, ഒന്ന് മോണിറ്റർ ചെയ്യുക. പിന്നെ ലാസ്റ്റ് എന്താണ്, അതിൽ നിന്ന് എക്സിറ്റ് ആയി പോവുക, സെൽ ദർ ഇൻവെസ്റ്റ്മെൻറ്റ്, അതാണ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മെയിനായിട്ട് 7 പോയിന്റ്സ് അല്ലെങ്കിൽ 7 സ്റ്റെപ്പ് ഉള്ളത്. ഒന്നാമത്തത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസലിൻ്റെ റെസിപ്റ്റ് അത് സെലക്ട് ചെയ്യുക, അപ്രൈസൽ ചെയ്യുക, വാല്യൂ ചെയ്യുക, സ്ട്രക്ചർ സെറ്റ് ചെയ്യുക, പോസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്ത് മോണിറ്റർ ചെയ്യുക, ലാസ്റ്റ് വൺ ഇതിന് എക്സിറ്റ് ആവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് എന്താണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ്. സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്താണെന്നും അതേപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്തൊക്കെയാണ് അതും വരുന്നതും സെക്കൻഡ് മൊഡ്യൂളിൽ തന്നെയാണ്. അപ്പോൾ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്താണ്, ഇറ്റ് ഈസ് ആൻ ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം. അപ്പോൾ പാസ്റ്റ് ഡീക്കേഡ്സിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ എഞ്ചിനീയറിംഗ് മെക്കാനിസം ആണ്. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ഇല്ലിക്വിഡ് അസറ്റുകളൊക്കെ ലിക്വിഡാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഫണ്ട് എൻഹാൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിന് വേറെ പേരുണ്ട്, സ്ട്രക്ചേർഡ് ഫിനാൻസ് എന്നാണ് അതിനെ വിളിക്കുന്നത്. അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കാം. എന്നിട്ടാണ് അത് നമ്മൾ മെൻഷൻ ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ അതിലൊപ്പം തന്നെ ടൈപ്സ് ഉണ്ട്. ടൈപ്സ് വരെ ചോദിക്കുകയാണെങ്കിൽ ടൈപ്സ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, ലിക്വിഡ് പോർട്ട്ഫോളിയോ, ലിക്വിഡിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ കമ്പനിക്ക് ബെറ്റർ ബാലൻസ് ഷീറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ക്രെഡിറ്റ് റേറ്റിംഗ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബോറോവിങ് കോസ്റ്റ് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഫണ്ട് സോഴ്സിൻ്റെ കൂട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നു.
അങ്ങനെയുള്ള പിന്നെ നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് അവരുടെ ഇഷ്ടം അനുസരിച്ചുള്ള ഇൻസ്ട്രുമെൻറ്റ് സെലക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇതൊക്കെ വരുന്നത് ഈ സെക്യൂരിറ്റൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി അതേപോലെ ഇതിന് ലിമിറ്റേഷൻസും ഉണ്ട്. എന്താണ്? അവെയർനെസ്സിൻ്റെ കുറവ്, ലാക്ക് ഓഫ് അവെയർനെസ്, പിന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ ഒരു യൂണിഫോമിറ്റി ഇല്ല, പിന്നെ എഫക്റ്റീവ് ഫോർക്ലോഷർ നോംസൊന്നും അർത്ഥം എഫക്റ്റീവ് അല്ല, അതിൻ്റെ ആബ്സെൻസ് ഉണ്ട്. പിന്നെ ലോങ് ടേം ഡെറ്റ് പേപ്പേഴ്സിന് ഡിമാൻഡ് ഇല്ല. അപ്പോൾ പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വരാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റ് എന്താണെന്ന് തന്നെ നമ്മളൊരു പേജോ അല്ലെങ്കിൽ ഒരു ഹാഫ് പേജ് എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു പേജിൽ അഡ്വാൻറ്റേജസ് ചെയ്താൽ അടുത്ത പേജിൽ ഡിസഡ്വാൻറ്റേജ് ചെയ്താൽ അത്രയും പോയിന്റ്സ് നമ്മൾ അഡ്വാൻറ്റേജ് ഒരു 5 പോയിന്റും ഡിസഡ്വാൻറ്റേജ് 5 പോയിന്റ് തന്നെ പഠിച്ചു വെച്ച് പോവുക. അതും സെക്കൻഡ് മോഡ്യൂളിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് മോഡ്യൂളിൽ ഈ 3 ടോപ്പിക് കവർ ചെയ്ത് തന്നെ നല്ല രീതിയിൽ തന്നെ അത് പഠിച്ചു തീർന്നു സെക്കൻഡ് മോഡ്യൂൾ. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് പാറ്റേണും വെഞ്ചർ ക്യാപിറ്റൽ പ്രോസസ്സും അതേപോലെ തന്നെ സെക്യൂരിറ്റൈസേഷൻ ഓഫ് ഡെറ്റും. ഓക്കെ, അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് തേർഡ് മോഡ്യൂളിൽ നിന്നാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസിങ്? ലീസിങ്ങിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. മെയിനായിട്ട് ഇത് 3 ക്ലാസിഫിക്കേഷൻസ് ഉള്ളത്. അതിൻ്റെ സബ് ഡിവിഷൻസ് എല്ലാം നമ്മളിവിടെ കാണിച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെയാണ് ഫിനാൻഷ്യൽ ലീസ്. അപ്പോൾ ഫിനാൻഷ്യൽ ലീസാണ് ഫസ്റ്റ് വണ്. അത് മുമ്പ് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മീൻസ് ആ ഒരു മോഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് എന്താണ് സെയിൽ ആൻഡ് ലീസ് ബാക്ക്, പിന്നെ എന്താണ് ഡയറക്റ്റ് ലീസിങ്, ലിവറേജ് ലീസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, എക്യുപ്മെൻറ്റ് ലീസിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യം കാണിക്കാം. അത് കഴിഞ്ഞിട്ട് എക്യുപ്മെൻറ്റ് ലീസിങ്ങിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ പോലെയാണ് ഫിനാൻഷ്യൽ ലീസിങ്ങും ഓപ്പറേഷൻ ലീസിങ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫിനാൻഷ്യൽ ലീസിങ്ങും ഓപ്പറേറ്റിംഗ് ലീസിങ്ങും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ ഒരു മൊഡ്യൂളിൽ. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ലീസിങ് ആദ്യം ജസ്റ്റ് ഡയറക്റ്റ് ലീസിങ്ങും ലിവറേജ് ലീസിങ് ഒക്കെ എന്താണെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് അതർ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് എക്യുപ്മെൻറ്റ് ലീസിങ് കാണിക്കുക. എക്യുപ്മെൻറ്റ് ലീസിങ്ങിൻ്റെ കീഴിലാണ് ഫിനാൻഷ്യൽ ലീസിങ്ങും ഓപ്പറേഷൻ ലീസിങ്ങും വരുന്നത്. ഇനി ഓപ്പറേഷൻ ലീസിങ് എന്താണെന്ന് ആദ്യം നമ്മൾ മെൻഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത് അതും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീസിങ് തന്നെയാണ്. ഇപ്പോൾ ഫിനാൻഷ്യൽ ലീസ് വിത്ത് പർച്ചേസ് ഓപ്ഷൻ, ഫിനാൻഷ്യൽ ലീസ് വിത്ത് ലെസ്സി എൻജോയിങ് റെസിഡിയൽ ബെനിഫിറ്റ്, ഫിനാൻഷ്യൽ ലീസി വിത്ത് ലെസർ റീറ്റെയിനിങ് റെസിഡൻഷ്യൽ ഇൻട്രസ്റ്റ്, അങ്ങനെ പല ടൈപ്പിലുണ്ട്. അതർ കാറ്റഗറീസ് ഒക്കെ വരുന്നുണ്ട്. ഒരു കുറേയും ഒരു 20+ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലീസുകൾ ഈ ഒരു മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. അതെല്ലാം തന്നെ പഠിച്ചിരിക്കുക. കാരണം 2 മാർക്കായിട്ടും 5 മാർക്കായിട്ടും 50 മാർക്കായിട്ടും ലീസിങ് എന്താണ്, ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ലീസിങ് എന്താണെന്ന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻസ് ഓഫ് ലീസിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. 8ാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലീസ്? എക്സ്പ്ലെയിൻ ഇസ് ഫീച്ചർ ആൻഡ് ടൈപ്പ്. കണ്ടില്ലേ? അപ്പോൾ ഫിനാൻഷ്യൽ ലീസ് എന്താണെന്ന് മാത്രം ചോദിച്ചേക്കുന്നു. സോ വാട്ട് ഈസ് ഫിനാൻഷ്യൽ ലീസ്? അത് നമ്മൾ എന്ത് ചെയ്യണം? ഫിനാൻഷ്യൽ ലീസ് എന്താണെന്ന് എഴുതാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ ഫിക്സഡ് ഒബ്ലിഗേഷൻസ് ആണ്, പിന്നെ ബേർഡൻ്റെ മെയിൻ്റെനൻസ്, ടെർമിനേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫീച്ചേഴ്സിൻ്റെ. ആ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ മിനിമം ഒരു 5 പോയിന്റ്സ് പഠിച്ചേക്കാം. അതേപോലെ തന്നെ കുറേ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ലീസ് ഉണ്ട്. അതിലും കുറേ ടൈപ്പ് ഉള്ളതിനൊരു 8 പോയിന്റ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ അതാണ് 8ാമത്തെ ക്വസ്റ്റ്യൻ, തേർഡ് മോഡ്യൂൾ എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞ 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ് വാട്ട് യു മീൻ ബൈ ഫാക്ടറിങ്? ഫാക്ടറിങ് എന്താണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ജസ്റ്റ് നോക്കി വെച്ചേക്കുക. അപ്പോൾ ഇത്രയും പറയുന്ന കാര്യം മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അല്ലാണ്ട് ടെക്സ്റ്റ് ബുക്ക് വലിച്ചുവരി ഫുള്ളും നോക്കേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന ടോപ്പിക്ക് മാത്രം കവർ ചെയ്ത് പോയാൽ മതി. അപ്പോൾ അങ്ങനെ എന്താണ് ഫാക്ടറിങ് എന്ന് പഠിച്ചു വയ്ക്കുക. ഈ പറഞ്ഞ ഓരോ കുഞ്ഞു ടോപ്പിക്, എന്താണ് ഫാക്ടറിങ്, എന്താണ് ലീസ്, എന്താണ് ഫിനാൻഷ്യൽ ലീസ്, അതെല്ലാം നോക്കി വയ്ക്കണം. കാരണം 2 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഫാക്ടറിങ് എന്താണെന്ന് എഴുതി വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സും ടൈപ്പും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ എനിക്ക് തോന്നുന്നു തേർഡ് മോഡ്യൂളിലെ ഏറ്റവും ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഫാക്ടറിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ടോപ്പിക്കും എല്ലാ മോഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്ക് സ്കിപ്പ് ചെയ്യാണ്ട് നോക്കിയിരിക്കണം. ഓക്കെ, അപ്പോൾ ആ ഒരു ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സും ടൈപ്സും പഠിച്ചു വയ്ക്കുക. തേർഡ് മോഡ്യൂളിലാണ്. അത്രയാണ് തേർഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്ത 10th ക്വസ്റ്റ്യൻ ആണ്. 4th മോഡ്യൂളിൽ നിന്നുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്രെഡിറ്റ് റേറ്റിംഗ്, അതിൻ്റെ ടൈപ്സ്, നീഡ്സ്, ഫീച്ചേഴ്സ്, ലിമിറ്റേഷൻസ്. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്ന് ആദ്യം നമ്മൾ പഠിച്ചു വയ്ക്കണം. എന്താണ് ഒരു കമ്പനിയുടെ ക്രെഡിറ്റ് വർത്തിനെസ്, എന്തോരം ക്രെഡിറ്റ് വർത്തിനെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് വച്ച് നമ്മൾ നോക്കുമ്പോൾ റിസ്ക് എന്തോരം വരുന്നുണ്ട്, അങ്ങനെയുള്ളതിനെ അളക്കുന്ന പേരാണ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ പിന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണെന്നും അതിൻ്റെ ടൈപ്പ്, പല ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് ഉണ്ട്, അതിൻ്റെ നീഡ്സും ഫീച്ചേഴ്സും ലിമിറ്റേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഒരു ഓർഡിനറി ഇൻവെസ്റ്റേഴ്സിന് ഗൈഡഡ് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ അസസ്മെൻറ്റ്, ഈ ടൈമിലുള്ള കറണ്ട് അസസ്മെൻറ്റ് നടത്താൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ആ ഒരു ഇൻസ്ട്രുമെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ സേഫ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, അതേപോലെ തന്നെ ഫ്ലെക്സിബിൾ ഡിസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ക്രെഡിറ്റ് റേറ്റിംഗിലെ ഫീച്ചേഴ്സിൽ എഴുതാം.
ടൈപ്സ് എന്തൊക്കെയാണ്? ഇക്വിറ്റി റേറ്റിംഗ് ഉണ്ട്, ബോണ്ട് റേറ്റിംഗ് ഉണ്ട്, കൊമേഴ്ഷ്യൽ പേപ്പർ റേറ്റിംഗ്, ഇൻഡിവിജ്വൽ റേറ്റിംഗ്, അസറ്റ് ബാക്ക് സെക്യൂരിറ്റി റേറ്റിംഗ്, കൺട്രി റേറ്റിംഗ്, റേറ്റിംഗ് ഓഫ് സ്റ്റേറ്റ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് റേറ്റിംഗ്സ് ഉണ്ട്. അവ ക്രെഡിറ്റ് റേറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് അതെല്ലാമാണ്. ലിമിറ്റേഷൻസ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്, ലിമിറ്റേഷൻസും കാണിക്കാം. പിന്നെന്താണ്, നീഡ്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ചോദിക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ ആ ഒരു ഫസ്റ്റ് ഒരു 4-5 പേജ് ഉണ്ട്, ബെനിഫിറ്റ്സ് എല്ലാം കൂട്ടിയിട്ട് അതെല്ലാം ജസ്റ്റ് നോക്കിയിട്ട് പോവാം. എല്ലാ മൊഡ്യൂളിൻ്റെയും ലിമിറ്റേഷൻസും അഡ്വാൻറ്റേജസും ഫീച്ചേഴ്സ് എല്ലാം ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകണം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് 10ാമത്തെ ക്വസ്റ്റ്യൻ എഴുതേണ്ടത്. പിന്നെന്താണ്, ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ബെനിഫിറ്റ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ 2 ടൈപ്പ് ബെനിഫിറ്റ് എന്നുണ്ട്. ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ബെനിഫിറ്റ് ടു ഇഷ്യൂയിങ് കമ്പനി ഉണ്ട്. നിങ്ങൾക്ക് നല്ല രീതിയിൽ പോയിന്റ് ഓർത്തെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ 2 സെക്ഷനായിട്ട് തന്നെ എഴുതാം. ബെനിഫിറ്റ് ടു ഇൻവെസ്റ്റേഴ്സ് ആദ്യം എഴുതാം, അത് കഴിഞ്ഞിട്ട് ബെനിഫിറ്റ് ടു ഇഷ്യൂയിങ് കമ്പനി എഴുതാം. അല്ല നിങ്ങൾക്ക് പോയിന്റ്സ് മിക്സായി പോകുന്നുണ്ട് അല്ലെങ്കിൽ എല്ലാം ഓർമ്മ വരുന്നില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ബെനിഫിറ്റ്സ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പോയിന്റ്സും മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. സ്പെസിഫൈ ചെയ്ത് ഇഷ്യൂയിങ് കമ്പനിയുള്ള ബെനിഫിറ്റ് ഇതൊക്കെയാണ്, ഇൻവെസ്റ്റേഴ്സിനുള്ള ബെനിഫിറ്റ് ഇതൊക്കെയാണെന്ന് പറഞ്ഞ് എഴുതാണ്ട് ഒന്നിച്ചൊരു 10 പോയിന്റ്സ് പഠിച്ചു വെച്ച് എഴുതിയാലും മതി. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. അതും 4th മോഡ്യൂളിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഇനി 12th ക്വസ്റ്റൻ ആണ്, എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് വെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ റേറ്റിംഗ് മെത്തഡോളജി എക്സ്പ്ലെയിൻ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. അത് പഠിച്ചു വെച്ചിരിക്കണം, ക്രെഡിറ്റ് റേറ്റിംഗിൻ്റെ പ്രോസസ്സും അതിൻ്റെ മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്, റേറ്റിംഗ് റിക്വസ്റ്റ് ചെയ്യുക, റേറ്റിംഗ് എഗ്രിമെൻറ്റ് സെറ്റ് ചെയ്യുക, റേറ്റിംഗ് ടേംസ് അസൈൻ ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക, പിന്നെന്താണ് മീറ്റിംഗ്സും പ്ലാൻ വിസിറ്റൊക്കെ മാനേജ് ചെയ്യുക, മീറ്റിംഗ് റിവ്യൂ ചെയ്യുക, റേറ്റിംഗ് കമ്മിറ്റി മീറ്റിംഗ് നടത്തുക, റേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അത് സർവീലൻസ് ചെയ്യുക. ഓക്കെ, അത് പിന്നെയും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും കാര്യം വരുമ്പോഴാണ് ആ ഒരു റേറ്റിംഗ് പ്രോസസ്സ് അത് കംപ്ലീറ്റ് ആവുക. അത് വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ് കേട്ടോ, പ്രോസസ് ഓഫ് റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വരാണ് റേറ്റിംഗ് മെത്തഡോളജി. 50 മാർക്ക് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. ജസ്റ്റ് റേറ്റിംഗ് മെത്തഡോളജി മാത്രമായിട്ട് 50 മാർക്ക് ചോദിക്കാറുണ്ട്, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ മെയിനായിട്ട് 5 സെക്ഷൻസ് ഉള്ളത് എന്തൊക്കെയാണ്, ബിസിനസ് അനാലിസിസ്, ഫിനാൻഷ്യൽ അനാലിസിസ്, മാനേജ്മെൻറ്റ് ഇവാലുവേഷൻ, എൻവയോൺമെൻറ്റൽ അനാലിസിസ്, ഫണ്ടമെൻ്റൽ അനാലിസിസ്. അതിൽ ഓരോ കാര്യങ്ങളും ഡീപ്പായി പഠിച്ചു വയ്ക്കുക. എനിക്ക് തോന്നുന്നു പ്രീവിയസ് ഇയർ കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടെന്നു ഈ സാധനം, ക്രെഡിറ്റ് റേറ്റിംഗ് മെത്തഡോളജി. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചേക്കുക. 4th മോഡ്യൂളിലുള്ളതാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ 4th മോഡ്യൂളും ഏകദേശം കംപ്ലീറ്റ് ആവുന്നുണ്ട്. ഇത്രയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കിയാൽ മതി 4th മോഡ്യൂളിലെ. ഇനി അടുത്ത ലാസ്റ്റ് മോഡ്യൂൾ വരുന്നതാണ് നമ്മുടെ മെർജറും അക്വിസിഷനൊക്കെ, ആ ഒരു മോഡ്യൂള്. അപ്പോൾ അതിൽ ഫസ്റ്റ് പഠിക്കേണ്ടത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ബിസിനസ് എക്സ്പാൻഷൻ. ഫസ്റ്റ് ടോപ്പിക് തന്നെ ആ എക്സ്പാൻഷനിൽ ഇൻറ്റേർണൽ ബിസിനസ് എക്സ്പാൻഷനും എക്സ്റ്റേണൽ ബിസിനസ് എക്സ്പാൻഷനും പഠിച്ചേക്കണം. അപ്പോൾ ഇൻറ്റേർണൽ എന്തൊക്കെ വരുന്നുണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്, മോഡേണൈസേഷൻ ഉണ്ട്. അതിലും പിന്നെയും ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്, അത് നോക്കാം. എക്സ്റ്റേണൽ എക്സ്പാൻഷനിലാണ് മെർജർ അക്വിസിഷനും അതേപോലെ തന്നെ സ്ട്രാറ്റജിക് അലയൻസ് ഒക്കെ വരുന്നത്. എക്സ്റ്റേണൽ അക്വിസിഷൻ മാത്രമേ ചോദിക്കാറുണ്ട്, അത് തന്നെ ആവശ്യം, അതുകൊണ്ട് അതും ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം. എന്താണ് ഡിഫെൻസീവ് സ്ട്രാറ്റജീസ് ഇൻ ദ പ്രോസസ് ഓഫ് ഹോസ്റ്റൈൽ ടേക്ക് ഓവർ. അപ്പോൾ ഈ ഡിഫെൻസീവ് സ്ട്രാറ്റജീസിൽ മെയിനായിട്ട് വരുന്നത് ഗ്രീൻ മെയിൽ സ്ട്രാറ്റജി, ഗോൾഡൻ പാരച്യൂട്ട്, പോയ്സൺ പിൽ, പിന്നെ ക്രോൺ ജൂൾസ്, വൈറ്റ് നൈറ്റ്, ലിവേഴ്സ് റീക്യാപിറ്റലൈസേഷൻ, സൂപ്പർ മെജോറിറ്റി, സ്റ്റാഗർഡ് ബോർഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ആ 8 പോയിന്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അതാണ് ആ ഒരു ഡിഫെൻസീവ് സ്ട്രാറ്റജീസിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് ക്വസ്റ്റൻ ആണ്, എക്സ്പ്ലെയിൻ റീസെൻറ്റ് ട്രെൻഡ് ഇൻ ഫിനാൻഷ്യൽ സർവീസ്. നിങ്ങൾക്ക് ടൈം കിട്ടിയാൽ നിങ്ങൾ ആ റീസെൻറ്റ് ട്രെൻഡ് അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ജസ്റ്റ് അല്ലെങ്കിൽ ഒന്ന് ഓടിച്ചിട്ട് വായിച്ചു നോക്കിയാലും മതി. ആ ബാങ്കിങ് സെക്ടർ ട്രെൻഡ്സും, ATM വന്നു, അല്ലെങ്കിൽ എന്താണ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് വന്നു, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ, എല്ലാവരെയും ആ ഒരു ഫോർമൽ ഫിനാൻസ് സെക്ടറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുക, പുതിയ ബാങ്കുകൾക്ക് കൂടുതൽ ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുക, ബാങ്കിങ് സെക്ടറിൽ പ്രൈവറ്റ് കമ്പനികളെ കൂടുതൽ കൂട്ടുക, അതേപോലെ തന്നെ പിന്നെന്താണ് ഈ മൈക്രോ യൂണിറ്റ്സിന് വേണ്ടിയുള്ള റീഫിനാൻസിങ്ങും ഡെവലപ്മെൻറ്റിന് വേണ്ടി പുതിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുക, സ്മോൾ ഫിനാൻസിങ് ബാങ്കും പിന്നെ പേയ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ ബാങ്കിങ് സെക്ടറിൽ പുതിയ ട്രെൻഡുകൾ, ഷാഡോ ബാങ്കിങ്, ക്ലൗഡ് ബാങ്കിങ്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് റീസെൻറ്റ് ട്രെൻഡിൽ വരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയേക്കുക. ഓക്കെ, മൈക്രോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് എമർജൻസി, മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക, ഹെഡ്ജ് ഫണ്ട്സ് കൊണ്ടുവരിക, വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ് അത് വന്നത്, അതെല്ലാം എന്താണ് റീസെൻറ്റ് ട്രെൻഡ് തന്നെയാണ്. മെർച്ചൻറ്റ് ബാങ്ക്, ഇൻഷുറൻസ് കമ്പനി, പിന്നെന്താണ് ഈ റിസ്ക് മാനേജ്മെൻറ്റ് ടൂൾസിൻ്റെ ഇൻട്രൊഡക്ഷൻ, ക്രെഡിറ്റ് റേറ്റിംഗ് ബിസിനസ്സിൻ്റെ ഗ്രോത്ത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു റീസെൻറ്റ് ട്രെൻഡിൽ വരുന്നതാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നോക്കാം, നിറയെ എഴുതാനുണ്ടാവും നമുക്കത്, അതും പഠിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 50 മാർക്ക്. ഇത്രയും ക്വസ്റ്റ്യൻസ് കവർ ചെയ്താൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരുവിധം തന്നെ റിവൈസ് ചെയ്ത് കഴിഞ്ഞെന്ന് പറയാം. അപ്പോൾ ഇത്രയും നിങ്ങൾ വേഗം പഠിച്ചു വയ്ക്കണം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ, ഇപ്പോൾ 5 മാർക്കിൽ ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യനെങ്കിലും ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിക്കാറുണ്ട്.
അപ്പോൾ അതിൽ മെയിനായിട്ട് നോക്കേണ്ട 3 ക്വസ്റ്റ്യൻസ് ആണ്. മെർജറും ടേക്ക് ഓവറും തമ്മിലുള്ള ഡിഫറൻസ്, അത് വരുന്നത് 5th മൊഡ്യൂളിലാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ലീസിംഗ് ആൻഡ് ഹയർ പർച്ചേസ്. ലീസിംഗും ഹയർ പർച്ചേസും ഡിഫറൻസ് വരുന്നത് 3rd മൊഡ്യൂളിലും. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ലീസും ഓപ്പറേറ്റിംഗ് ലീസ് തമ്മിലുള്ള ഡിഫറൻസ്, അത് വരുന്നതും 3rd മൊഡ്യൂളിലാണ്. ഈ 3 ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് പോവുക, ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഇമ്പോർട്ടൻറ്റ് 5 മാർക്സ് ആണ്. ഇതും 5 മാർക്ക് വരുന്ന തന്നെയാണ് ഡിഫറൻസ് ബിറ്റ്വീനും. അതല്ലാണ്ട് വേറെ സാധാ ടൈപ്പ് ഓഫ് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരുന്ന ഫസ്റ്റ് വൺ ആണ് ഫിനാൻഷ്യൽ സർവീസും ഡിഫറെൻറ്റ് ടൈപ്സ് ഏതൊക്കെയാണ്. അത് ഫസ്റ്റ് മൊഡ്യൂളിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കഴിഞ്ഞ് എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത് സെക്കൻഡ് മൊഡ്യൂളിലുള്ളതാണ്. പിന്നെന്താണ് ഫാക്ടറിങ്ങിൻ്റെ ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫാക്ടറിങ്, അത് 3rd മൊഡ്യൂൾ ലാസ്റ്റ് ടോപ്പിക്കാണ്. അത് നോക്കിയേക്കുക. ഫാക്ടറിങ് എസ് ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 5 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ടൈപ്പ് ഓഫ് ഫാക്ടറിങ്. പിന്നെന്താണ് ടൈപ്പ് ഓഫ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്പ് എന്തൊക്കെയാണ്, എന്താണ് എക്സ്റ്റേണൽ ബിസിനസ് എക്സ്പാൻഷൻ. അപ്പം നമ്മൾ 50 മാർക്ക് ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം തന്നെ പഠിച്ച് തീർക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള 5 മാർക്കും 2 മാർക്കൊക്കെ പെട്ടെന്ന് തന്നെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഒരുവിധം എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടാവും 50 മാർക്ക് തന്നെ. ഓക്കെ, അത് കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് 2 മാർക്ക് ക്വസ്റ്റൻ ആണ്. ഇതൊക്കെ നോക്കിയിട്ട് പോവുക. എന്താണ് വെഞ്ചർ ക്യാപിറ്റൽ, മൊഡ്യൂൾ 2ലെ ക്വസ്റ്റൻ ആണ്. കൃത്യമായിട്ട് മൊഡ്യൂൾ മെൻഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടി. പിന്നെ എന്താണ് സീഡ് ക്യാപിറ്റൽ എന്താണ്, ബ്രിഡ്ജ് ഫിനാൻസ് എന്താണ്, ഫിനാൻഷ്യൽ സർവീസ് എന്താണ്. ഫിനാൻഷ്യൽ സർവീസ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. അതും വെഞ്ചർ ക്യാപിറ്റൽ മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും വരാറുണ്ട്. അതേപോലെ തന്നെ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് എന്താണെന്ന് ചോദിക്കുക. പിന്നെ മെർച്ചൻറ്റ് ബാങ്കിങ് എന്താണ് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ലീസിങ്, ഫിനാൻഷ്യൽ ലീസ് എന്താണ്, ഫാക്ടറിങ് എന്താണ്, ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്, മെർജർ എന്താണ്, ഹെഡ്ജ് ഫണ്ട് എന്താണ്. ഓക്കെ, അപ്പോൾ മെർജർ ഹെഡ്ജ് ഫണ്ടൊക്കെ വരുന്ന 5th മൊഡ്യൂളിലാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് മെയിനായിട്ട് ഫിനാൻഷ്യൽ സർവീസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ നിങ്ങൾ കവർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഫിനാൻഷ്യൽ സർവീസിൻ്റെ ഫുൾ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ടാവും. ടെക്സ്റ്റ് ബുക്കിൽ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ക്വസ്റ്റ്യങ്ങളിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ഞാൻ നിങ്ങൾക്ക് വോയിസ് അയച്ചിട്ടേക്കാം. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. വെർച്വൽ ടീച്ചിങ് യൂട്യൂബ് ചാനൽ എന്നാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേര്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കയറാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്ത് ഡൗട്ടിലും ചോദിക്കാവുന്നതാണ്. പിന്നെ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയും മറക്കാണ്ട് പഠിക്കണം. ഇത്രയും കവർ ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എക്സാം നല്ല മാർക്കോടെ ജയിക്കാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു.